നമസ്കാരം സുഹൃത്തുക്കളെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളെ പഠിപ്പിക്കുന്നു, ജനങ്ങളിൽ നിന്ന് പഠിക്കുന്നു എന്നാണ് ചൊല്ല്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPI-Mന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ജനങ്ങളെ പഠിപ്പിക്കുന്നു, ജനങ്ങളിൽ നിന്ന് ഒന്നും പഠിക്കുന്നില്ല. ഒരാധുനിക സമൂഹത്തിന് ചേരാത്ത രീതിയിലുള്ള വാക്കും പ്രയോഗവുമാണ്, ശരീരഭാഷയും. അപ്പൊ ഇത് കണ്ട് ആളുകൾ ഇദ്ദേഹം എന്താണ് സംസാരിക്കുന്നത്, അദ്ദേഹം എന്തെങ്കിലും പറയട്ടെ, അത് അദ്ദേഹമല്ലേ എന്നൊക്കെ വിചാരിച്ച ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട രീതിയിൽ അദ്ദേഹത്തെ ജനം മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അത് അറിയുന്നില്ല. അപ്പൊ നമ്മൾ ജെൻസി കുട്ടികളൊക്കെ തന്നെ ഇദ്ദേഹം എന്താണ് പറയുന്നത്, ഇന്നലെ പറഞ്ഞ കാര്യം ഇന്ന് മാറ്റി പറയുന്നു എന്നൊക്കെ രീതിയിൽ ജനങ്ങളിൽ നിന്ന് അദ്ദേഹം അകന്നിരിക്കുന്നു. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാരും ഇതുപോലെ അകന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് സാധാരണ ആൾക്കാരോട് നമ്മൾ ചോദിച്ചാൽ അവരെ ഒറ്റപ്പെടുത്തുകയില്ല എന്ന തോന്നലുണ്ടായാൽ, ധൈര്യമായി അവർക്ക് പറയാൻ പറ്റുന്ന അവസരം ഉണ്ടായാൽ അവർ പറഞ്ഞ കാര്യമുണ്ട്, ഇവരൊന്ന് മാറട്ടെ. അപ്പൊ നമ്മൾ ചോദിക്കും, അതെന്തിനാണ് മാറുന്നത്? നല്ല ഭരണമല്ലേ, ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ, നല്ല റോഡൊക്കെ ഇല്ലേ, കട്ടുമുടിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അല്ല, അങ്ങനെയല്ല, എന്നാലും വല്ലാത്തൊരു ധിക്കാരമാണ് എന്ന് സാധാരണക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്, വോട്ട് ചെയ്തിട്ടുമുണ്ട്. വോട്ട് ചെയ്തത് പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ അവരുടെ ആയുധം അവര് പേടിക്കാതെ വിനിയോഗിച്ചു. അങ്ങനെ സഖാക്കൾ പുറത്തിറങ്ങി, പാർട്ടി പ്രവർത്തകർ, LDF പ്രവർത്തകർ കണക്കുണ്ടാക്കി പല ബൂത്തുകളിലും കിട്ടേണ്ട വോട്ടുകളൊക്കെ അവര് കണക്ക് വെച്ചു. അവസാനം ഇത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ജയിക്കുമെന്നായി. അങ്ങനെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ ജയിക്കും എന്ന് പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ്, റിസൾട്ട് വന്നപ്പോഴാണ് എവിടെയോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അത് പരിശോധിക്കൂ എന്നാ പറഞ്ഞത്. മഹാജനാവലി നോക്കിയിരിക്കെ ഒരു മഹാസമ്മേളനത്തിൽ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഒരു സഖാവ് അടുത്ത് ചെന്നിട്ട് ചെവിയിൽ, സഖാവേ മൈക്കിൻ്റെ അടുത്തോട്ട് ഒന്ന് നിന്നാൽ കൊള്ളാം എന്നോ മറ്റോ പറഞ്ഞു. വളരെ പെട്ടെന്ന് ഷോക്കടിച്ചതുപോലെ പറഞ്ഞയാൾ ദൂരെയായി. കാരണം സഖാവിൻ്റെ അടുത്ത് ഹൃദയം തുറന്ന് പറയാമെന്ന് വിചാരിച്ച് ഈ പാവം മനുഷ്യൻ കാണുന്നത് നേതാവിൻ്റെ അഹന്തയുടെ ഒരു പരിവേഷമാണ്. ജമ്മിത്വമൊക്കെ അവസാനിച്ചു, പക്ഷേ ജമ്മിത്വം ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു നേതാവാണ് ഇയാളെന്ന് നടുക്കത്തോടുകൂടി ഈ തൊഴിലാളി മനസ്സിലാക്കി. ഇത് കണ്ടിരിക്കുന്ന അടിമ ജനങ്ങളിൽ കുറെ ആൾക്കാർ കൈയടിച്ചു. അത് വല്ലാത്തൊരു കൈയടിയാണ്. ഒരു മനുഷ്യനെ വേദിയിൽ വെച്ച് ഈ ജനാവലിക്ക് മുമ്പാകെ അപമാനിക്കുന്നത് കണ്ടിട്ട് കൈയടിക്കാൻ തോന്നുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അടിമത്ത മനസ്സാണ്. അവിടെ അല്ലാത്ത ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, അവർ കൈയടിച്ചിട്ടില്ല. കൈയടിക്കാത്ത അവരുടെ ചങ്ക് കലങ്ങിയിട്ടുണ്ടാവാം. ഒരു മനുഷ്യനെ ഈ വിധം അപമാനിക്കാൻ പാടില്ലല്ലോ എന്ന് ഓർത്തിട്ടുണ്ടാവാം. അതുപോലെ കേരളത്തിലെ 2 ചെറുപ്പക്കാരെ UAPA ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. അത് കുട്ടികൾ എന്തോ പുസ്തകം വായിച്ചുവെന്നോ ആരോ കണ്ടുവെന്നോ എന്നൊക്കെയാണ് പോലീസ് പറഞ്ഞത്. അവരെന്തെങ്കിലും ക്രിമിനൽ പ്രവർത്തികളിൽ ഇടപെട്ടു എന്നതിനെ കുറിച്ച് തെളിവൊന്നുമില്ല, അത് പോലീസ് പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഈ കുട്ടികൾ അറസ്റ്റ് ചെയ്ത അവസ്ഥ കേരളത്തിൽ വളരെ ചർച്ചയായി. പാർട്ടി കുടുംബത്തിൽ നിന്നാണ് അലൻ എന്ന് പറയുന്ന കുട്ടി വരുന്നത്, അലനും താഹയും. അപ്പൊ ഇവരുടെ രക്ഷിതാക്കളും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും കേരള ജനത ഈ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് എന്ത് പറയും എന്ന് കാത്തിരിക്കുകയാണ് ആളുകൾ. അദ്ദേഹം അതിനെക്കുറിച്ച് എന്തായിരിക്കും പറയുക? എന്തായാലും അതൊരു സാന്ത്വന വാക്ക് അദ്ദേഹത്തിൽ നിന്ന് വരും. അദ്ദേഹം അത് പരിശോധിക്കും. ഈ കുട്ടികളെ ജയിലിലാക്കുന്ന കാര്യത്തിൽ
കേരളത്തിലെ പാർട്ടി ഇടപെടും, ജയിലിലാക്കാതിരിക്കാൻ വേണ്ടി ഇടപെടും എന്നൊക്കെയാണ് ആളുകൾ വിചാരിക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി ഈ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. ആ കുട്ടികൾ ചായ കുടിക്കാനൊന്നും പോയിട്ടില്ല, ചായ കുടിക്കാനൊന്നും പോയതല്ല എന്ന നിരുത്തരവാദപരമായ, മനുഷ്യപ്പറ്റില്ലാത്ത ഒരു പ്രഖ്യാപനമാണ് അന്ന് മുഖ്യമന്ത്രി നടത്തിയത്. ഇതുപോലെ നിരവധി കാര്യങ്ങളിൽ കേരള മുഖ്യമന്ത്രിയും കേരളത്തെ നയിക്കുന്ന പാർട്ടി സെക്രട്ടറിയും ആധുനിക സമൂഹത്തിന് ചേരാത്ത രീതിയിൽ പെരുമാറുകയും സംസാരിക്കുകയും വാക്കുകൾ പ്രയോഗിക്കുകയും ചെയ്തു. നമ്മൾ ഈ ചെറ്റ എന്ന് പറയുന്ന പ്രയോഗവും പരനാറി എന്ന് പറയുന്ന പ്രയോഗവും നികൃഷ്ടജീവി എന്ന് പറയുന്ന പ്രയോഗവും ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല എന്ന് ജനം നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ അടിമകളായ ആളുകൾ ഇത് അദ്ദേഹത്തിന്റെ ധീരതയാണ്, ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്ന മുഖ്യമന്ത്രിയുടെ ആർജവമാണ്, അദ്ദേഹം കടാരകൾക്കിടയിലൂടെ നടന്നിട്ടുള്ള ആളാണ്, ഉയർത്തിപ്പിടിച്ച കത്തിക്കിടയിലൂടെ ധീരമായി നടന്ന ആളാണ്, അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള ആളാണ് എന്നൊക്കെ ഇങ്ങനെ സൈബർ പോരാളികൾ ന്യായീകരണം നിരത്തിയിട്ടും ജനം ഹൃദയത്തോടടുത്ത് നിന്ന് സംസാരിക്കാൻ പറ്റുന്ന, ഹൃദയപ്പറ്റുള്ള, മനുഷ്യപ്പറ്റുള്ള, കമ്മ്യൂണിസ്റ്റുകാരുടെ തലമുറ കണ്ടിട്ടുള്ള മഹാന്മാരായ പോരാളികളെ കണ്ടറിഞ്ഞിട്ടുള്ള ജനതയ്ക്ക് മനസ്സിലായി ഇവർ ജനങ്ങളിൽ നിന്ന് അകലുന്ന ആരോ ആണ്, ഇവർ തരിശായിരിക്കുന്നു, അവർ മനുഷ്യൻ്റെതായ ഗുണങ്ങളൊന്നും ഇല്ലാത്ത ഒരാളായി മാറിപ്പോയിട്ടുണ്ടോ എന്ന് ജനം സംശയിക്കുന്നു. ഈ സംശയത്തിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവര് കാര്യങ്ങൾ വെളിപ്പെടുത്തിയില്ല. ജനങ്ങൾ വന്ന് പറയുമ്പോൾ പാർട്ടിയിൽ നിൽക്കുന്നു, ജാഥക്ക് വരുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ മനസ്സിലാക്കി ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമല്ല, ഇതിവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ മറുപക്ഷത്ത് കോൺഗ്രസ് നയിക്കുന്ന UDF ഗവൺമെന്റ് നന്നായിക്കൊള്ളണം എന്നൊന്നുമില്ല, ഇതൊന്ന് അവസാനിപ്പിക്കണം. എന്നിട്ട് 5 വർഷം പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പാർട്ടിയെ ശക്തമാക്കി, കാര്യങ്ങൾ മനസ്സിലാക്കി, ജനങ്ങളിൽ നിന്ന് പഠിച്ച് കേരളം സംഘപരിവാറിന്റെ കയ്യിൽ കൊടുക്കാതെ സംരക്ഷിക്കാൻ ആവശ്യമായ രീതിയിൽ പാർട്ടി അണികൾ ശക്തമാവട്ടെ, നേതാക്കന്മാർ കാര്യങ്ങൾ തിരുത്തട്ടെ. അതുകൊണ്ട് സമത്വം ഉദ്ഘോഷിക്കുന്ന, അരിവാളും ചുറ്റികയും ചെങ്കൊടിയിൽ പതിപ്പിച്ചത് ഉയർത്തിപ്പിടിക്കുന്ന ആ ചുവന്ന പ്രതീക്ഷയെ കേരളം ഒരിക്കൽ കൂടി ശക്തിപ്പെടുത്താൻ വേണ്ടി LDFനെ പരാജയപ്പെടുത്തിയതാണ്. ഈ പരാജയം കണ്ട് മനസ്സിലാക്കി തിരുത്തി അടുത്ത തവണ ശക്തമായി അധികാരത്തിൽ വരികയും കേരളത്തെ രക്ഷിക്കുകയും ചെയ്യുവാൻ പറ്റുന്ന രീതിയിൽ പാർട്ടി ശക്തമാവട്ടെ എന്ന് തന്നെയാണ് പാർട്ടി സഖാക്കൾ വിചാരിക്കുന്നത്. അടിമ സഖാക്കളല്ല, പാർട്ടിയിൽ നിന്ന് ഒരു ഗുണവും ലഭിക്കാത്ത, അല്ലെങ്കിൽ പാർട്ടിയെ ഒരു നിലക്കും ഉപയോഗപ്പെടുത്താത്ത, ഹൃദയം കൊടുത്ത് ആ ചുവപ്പിനെ സ്വപ്നം കണ്ട സാധാരണ മനുഷ്യർ വിചാരിക്കുന്നത് പാർട്ടി പരാജയപ്പെടാനല്ല, ഈ അധികാരം നിർത്താൻ വേണ്ടി മാത്രമാണ് അവർ UDFന് വോട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി.